ഹായ് എവരിവൺ, ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കയറിയ 10 ഹോളിവുഡ് സിനിമകളെ പറ്റിയാണ്. ലിസ്റ്റിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ ഒപ്പൻഹൈമറാണ്. ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം 155 കോടി 47 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയത്. ഇത് റിലീസ് ചെയ്ത സമയത്ത് ഏകദേശം മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. 9ാം സ്ഥാനത്തുള്ളത് നമ്മുടെ വോൾവറിൻ കംബാക്ക് അടിച്ച ഡെഡ്പൂൾ ആൻഡ് വോൾവറിനാണ്. 160 കോടി 66 ലക്ഷം രൂപയാണ് ഈ പടം ഇന്ത്യയിൽ നിന്ന് നേടിയെടുത്തത്, അതും R റേറ്റഡ് വെച്ച്. 8ാം സ്ഥാനത്തും 7ാം സ്ഥാനത്തും നിൽക്കുന്നത് ലയൺ കിങ് സീരീസാണ്. 8ാം സ്ഥാനത്ത് മുഫാസ ദ ലയൺ കിങ് ഏകദേശം 163 കോടിയും 7ാം സ്ഥാനത്ത് ലയൺ കിങ് 187 കോടി 74 ലക്ഷം രൂപയുമാണ് ഇന്ത്യയിൽ നിന്ന് നേടിയത്. അവതാർ ഫയർ ആൻഡ് ആഷാണ് 6ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 193 കോടി 5 ലക്ഷം രൂപയാണ് ഈ പടം ഇന്ത്യയിൽ നിന്ന് നേടിയത്. 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സിനിമയായ ജംഗിൾ ബുക്കാണ്. 244 കോടി 40 ലക്ഷം രൂപയാണ് ഇത് ഇന്ത്യയിൽ നിന്ന് നേടിയത്. സ്പൈഡർമാൻ നോ വേ ഹോമാണ് 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 258 കോടി 42 ലക്ഷം രൂപയാണ് ഇത് ഇന്ത്യയിൽ നിന്ന് നേടിയത്. 3ാം സ്ഥാനവും 2ാം സ്ഥാനവും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മാർവലിൻ്റെ അവഞ്ചേഴ്സ് സീരീസ് തന്നെയാണ് നേടിയത്. 3ാം സ്ഥാനത്ത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ ഏകദേശം 268 കോടി 21 ലക്ഷം രൂപയും 2ാം സ്ഥാനത്ത് എൻഡ് ഗെയിം 440 കോടി 20 ലക്ഷം രൂപയുമാണ് ഇന്ത്യയിൽ നിന്ന് നേടിയത്. ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് 2023 പുറത്തിറങ്ങിയ അവതാർ ദ വേ ഓഫ് വാട്ടറാണ്. 461 കോടി 85 ലക്ഷം രൂപയാണ് ഇത് ഇന്ത്യയിൽ നിന്ന് നേടിയത്. ഇതിൽ ടോപ്പ് പ്ലേസിലുള്ളത് ഈ സിനിമയാണ്. ഇനി ഈ മാസം വരാനിരിക്കുന്ന നോളൻ്റെ ഒഡീസയും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയും ഈ റെക്കോർഡുകൾ ഭേദിക്കുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. ഒപ്പം ഡിസംബറിൽ വരാൻ പോണ അവഞ്ചേഴ്സ് ഡൂംസ് ഡേയും ഈ റെക്കോർഡ് ഭേദിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം.